ആകാശവാണി. റേഡിയോ ഗ്രാമരംഗം. നിരുപമ റേഡിയോ ഗ്രാമരംഗം. റേഡിയോ ഗ്രാമരംഗം. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം. റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ഇന്ന് ഗ്രാമപൂർണിമയിൽ ചിത്രകലാ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രിൻസ് കല്ലട പങ്കെടുക്കുന്നു. എൻ്റെ ജനനം കൊല്ലം ജില്ലയിലെ കിഴക്കേക്കല്ലടയിലാണ്. എന്നാൽ ബാല്യകാലം കാസർഗോഡ് ജില്ലയിലെ തച്ചങ്ങാടായിരുന്നു. മാതാപിതാക്കൾ അവിടെ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരായിരുന്നു. 4ാം ക്ലാസ് തുടക്കം വരെ ഞാനും തച്ചങ്ങാട് സ്കൂളിലാണ് പഠിച്ചത്. ഓർക്കാൻ എന്നും ഇഷ്ടപ്പെടുന്ന ഒത്തിരി ബാല്യകാല സ്മരണകൾ ആ നാടിൻ്റേതായുണ്ട്. സ്കൂളിന് മുന്നിലെ മനോഹരമായ പൂന്തോട്ടം, ഉച്ചനേരമാകുമ്പോൾ തുളച്ചു കയറുന്ന ഗോതമ്പ് മാവിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധം, ഈ സമയം ക്ലാസ്സിലെ ഉയർന്ന ചുവരുകൾക്ക് മുകളിൽ നിരനിരയായി സ്ഥാനം പിടിക്കുന്ന കാക്കകൾ, അങ്ങനെ എന്തെല്ലാം. ശിശുദിനം, റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം ഒക്കെ ആഘോഷിക്കുന്നതിന് മുന്നോടിയായി ദേശസ്നേഹം തുളുമ്പുന്ന കഥകൾ അധ്യാപകർ പറഞ്ഞു തന്നിരുന്നു. അതിന്നും ഓർക്കുന്നു. അവ എൻ്റെ പിൽക്കാല ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് ചിത്രകലാധ്യാപകനായ എനിക്ക് ചിത്രരചനയ്ക്ക് ആദ്യമായി സമ്മാനം ലഭിക്കുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എന്നിലെ ചിത്രകാരനെ ആദ്യം കണ്ടെത്തിയത് എൻ്റെ മാതുലനും അധ്യാപകനുമായ ശ്രീ ഹെൻറി ജോൺ കല്ലടയാണ്. സ്കൂളിൽ കുട്ടികളുടെ കലാവാസന കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരധ്യാപകനും ഞങ്ങൾക്കുണ്ടായിരുന്നു. പനയാൽ മാഷ് എന്ന് ഇന്നറിയപ്പെടുന്ന ശ്രീ PVK പനയാൽ, പിന്നെ കണ്ണൻ മാഷ്, മാധവൻ മാഷ്, കൃഷ്ണൻ മാഷ്, ഭഗീരഥി ടീച്ചർ, പത്മിനി ടീച്ചർ, ഇവരെല്ലാം ഇന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഒപ്പം ക്ലാസ് മീറ്റിങ്ങുകളിലൊക്കെ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് തുടങ്ങുന്ന ഗാനമാലപിക്കുന്ന പ്രകാശൻ, ഇന്ന് പ്രശസ്ത സിനിമാ സീരിയൽ നടനായ KPSC അരവിന്ദൻ, ശ്രീ TK ശശികുമാർ, ശിവരാമൻ മാഷ്, ശ്രീമതി സുലോചന ഒക്കെ എൻ്റെ പ്രിയ സഹപാഠികളായിരുന്നു. കത്തുകളുമായി എന്നും വീട്ടിലെത്തുന്ന പോസ്റ്റ്മാൻ കുഞ്ഞിരാമൻ, തച്ചങ്ങാട് ആദ്യം താമസിച്ച വീട്ടിലെ ഗോവിന്ദസ്വാമി. സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ. എല്ലാ വർഷവും ശബരിമല വന്ന ശേഷം മടക്കയാത്രയിൽ അദ്ദേഹം കൊല്ലത്തേക്ക് വരും. ഒരു ദിവസം ഞങ്ങളോടൊപ്പം തങ്ങിയ ശേഷമാണ് അദ്ദേഹം കാസർഗോട്ടേക്ക് മടങ്ങുക. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എന്നാൽ ഈ പതിവ് അദ്ദേഹത്തിൻ്റെ മക്കളായ ഗണേശനോ പ്രകാശോ ഇന്നും തുടരുന്നു. അതുപോലെ പിന്നീട് ഞങ്ങൾ താമസിച്ച വീട്ടിലെ രാഘവേട്ടൻ, സുകുമാരൻ, മുത്തശ്ശി എന്നിവരൊക്കെ മറക്കാൻ കഴിയില്ല. കളങ്കമില്ലാത്ത മനസ്സുകളുടെ ഉടമകളാണ് കാസർഗോട്ടുകാർ. അവിടെ അമ്പലങ്ങളിലെ ഉത്സവത്തിന് പല രൂപത്തിലെത്തുന്ന തെയ്യങ്ങൾ, തീക്ക് മുകളിലൂടെ ചാടിക്കടക്കുന്ന തെയ്യങ്ങൾ, വളരെ ഉയരത്തിൽ കെട്ടിയലങ്കരിച്ച വേഷങ്ങൾ, പിന്നെ കമ്പടികളി തുടങ്ങി ഉത്സവപ്പറമ്പിൽ നിന്നും കിട്ടുന്ന കരിമ്പിൻ ചാർ വരെ എന്തെല്ലാം ഓർമ്മകൾ. 4ാം ക്ലാസ് പഠനം തുടങ്ങിക്കഴിഞ്ഞ് അമ്മയ്ക്ക് സ്ഥലം മാറ്റം ലഭിച്ചത് മൂലം ജന്മനാടായ കിഴക്കേക്കല്ലടയിലേക്ക് മടങ്ങി. പ്രകൃതി മനോഹരമായ നാട് കിഴക്കേക്കല്ലട. അഷ്ടമുടി കായലിൻ്റെയും കല്ലടയാറിൻ്റെയും കുഞ്ഞോളങ്ങൾ തഴുകി ഉണർത്തുന്ന നാട്. അച്ഛൻ 10 വർഷത്തോളം കാസർഗോഡ് തന്നെ തുടർന്നു. അതുകൊണ്ട് വീണ്ടും അവിടെ പോകാനും ബന്ധങ്ങൾ തുടരാനും കഴിഞ്ഞു. എങ്കിലും പെട്ടെന്നൊരു ദിവസം കൂട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് കൊല്ലത്തേക്ക് വരേണ്ടി വന്നപ്പോൾ ആകെ വിഷമത്തിലായിരുന്നു. ജന്മസ്ഥലം ഇതാണെങ്കിലും ഓർമ്മ വെച്ച കാലം മുതൽ അവിടെയല്ലേ. കൊല്ലം ജില്ലയിൽ കിഴക്കേ കല്ലട മുട്ടം എന്ന സ്ഥലത്തുള്ള NCM LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ ചേർന്നു. അതിനുശേഷം കിഴക്കേക്കല്ലടയിലെ പ്രസിദ്ധമായ CV കുഞ്ഞിരാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിലായി പഠനം. ഇംഗ്ലീഷ് പള്ളിക്കൂടം എന്നാണ് ഈ വിദ്യാലയത്തെ അന്ന് പഴമക്കാർ വിളിച്ചിരുന്നത്. എല്ലാവരും പേടിയോടെ മാത്രം സമീപിക്കുന്ന ഗാംഭീര്യം നിറഞ്ഞ മുഖഭാവമുള്ള ദയാനന്ദൻ സാർ ആണ് ഹെഡ് മാസ്റ്റർ.
സ്വന്തം രൂപം കാർട്ടൂൺ പോലെ ബ്ലാക്ക് ബോർഡിൽ വരച്ചിടുന്ന രസികനായ മലയാളം അധ്യാപകൻ മാധവൻ സാർ. കാസർഗോഡും ഒരു മാധവൻ മാഷ് ഉണ്ടായിരുന്നതിനാലാവാം സാറിനോടൊരു പ്രത്യേക അടുപ്പം തോന്നി. പിന്നെ ക്ലാസ് എടുക്കാൻ പുസ്തകത്തിൻ്റെ ആവശ്യമില്ലാത്ത ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഗോപി സാർ, എപ്പോഴും കെമിസ്ട്രി ലാബിൽ കൊണ്ടുപോയി പരീക്ഷണങ്ങൾ കാണിച്ച് പഠിപ്പിക്കുന്ന വിശ്വനാഥൻ സാർ, നല്ല തല്ലു തരുമെങ്കിലും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുറുപ്പ് സാർ, എപ്പോഴും ചൂരലുമായി നടക്കുമെങ്കിലും ആരെയും തല്ലാത്ത ചിത്രകലാ അധ്യാപകൻ കുട്ടപ്പൻ സാർ, യുവാവായ PT അധ്യാപകൻ ജയപ്രകാശ് സാർ, സംഗീത അധ്യാപകരായ കല ടീച്ചറും ഉണ്ണിത്താൻ സാറും, 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ വിജയരാഘവൻ സാർ തുടങ്ങി ഓർമ്മകൾ അനേകം. 10ാം ക്ലാസ്സിന് ശേഷം കൊട്ടിയം NSS കോളേജിൽ പ്രീ ഡിഗ്രിയും, കൊല്ലം മാധവ സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകലാ ഡിപ്ലോമയും, തൊടുപുഴ സാപ്പിൻസിയായിൽ നിന്നും മനഃശാസ്ത്രത്തിൽ ഡിപ്ലോമയും നേടി. ആകാശവാണിയുമായുള്ള ബന്ധം ബാല്യകാലത്ത് തന്നെ തുടങ്ങിയതാണ്. അന്നേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പരിപാടിയായിരുന്നു ബാലലോകം. കുട്ടികളെ ഒത്തിരി സ്നേഹിക്കുന്ന ബാലലോകം അമ്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. റേഡിയോയിൽ എങ്ങനെയാ പരിപാടികൾ അവതരിപ്പിക്കുക? കുട്ടിക്കാലത്ത് അച്ഛനോടും അമ്മയോടും പരിചയക്കാരോടുമൊക്കെ തിരക്കി. അതൊന്നും നമുക്ക് കഴിയില്ല, വലിയ കലാകാരന്മാർക്ക് മാത്രമേ അവസരം കിട്ടുകയുള്ളൂ. എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നാട്ടിലെ ദീപ ആർട്സ് ക്ലബ്ബിൽ ഞാൻ ചേർന്നു. അവിടുത്തെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ നമുക്കൊരു റേഡിയോ ക്ലബ്ബ് തുടങ്ങിയാലോ എന്ന് ഞാൻ ചോദിച്ചു. അത് പ്രയാസമാണെന്ന് അവർ പറഞ്ഞു. കാലം കടന്നുപോയി. ഞാൻ ചിത്രകലാ പഠനം പൂർത്തിയാക്കിയ സമയത്ത് കലാകാരന്മാർക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണം എന്ന ആഗ്രഹമുണ്ടായി. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവർത്തിക്കാവുന്ന സംഘടന. കൂട്ടുകാരോടെല്ലാം ആശയം പങ്കുവച്ചു. അനുകൂലിച്ചവരെ ഒപ്പം കൂട്ടി. സംഘടനയ്ക്ക് സച്ചിന്ത എന്ന പേര് ഞാൻ തന്നെ നിർദ്ദേശിച്ചു. ഒരു ഭരണഘടനയും തയ്യാറാക്കി. സത്യം, ചിരി എന്നിവയുടെ ആദ്യാക്ഷരവും ചിന്ത എന്ന വാക്കിൻ്റെ അന്ത്യാക്ഷരവും ചേർത്താണ് സച്ചിന്ത എന്ന പേര് രൂപം നൽകിയത്. അങ്ങനെ 1990 ജൂലൈ 8 സച്ചിന്ത എന്ന സംഘടന സ്ഥാപിതമായി. 1 വർഷത്തിന് ശേഷം സച്ചിന്തയുടെ പൊതുയോഗത്തിൽ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അവതരിപ്പിച്ചു. നമുക്കൊരു റേഡിയോ ക്ലബ് രൂപീകരിക്കണം. പൊതുയോഗം അത് അംഗീകരിച്ചു. ആ ആഴ്ചയിലെ ബാലലോകം കേട്ട് ഞങ്ങൾ അഭിപ്രായം എഴുതി. ഒപ്പം റേഡിയോ ക്ലബ് കൂട്ടായ്മയിൽ ഞങ്ങളെയും ചേർക്കണം എന്നൊരപേക്ഷയും വെച്ച് ആകാശവാണിയിലേക്ക് അയച്ചു. അപ്പോഴും പലരും ചോദിച്ചു, നമ്മെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ? നമ്മുടെ കത്തൊക്കെ ആകാശവാണി പരിഗണിക്കുമോ? അടുത്ത ഞായറാഴ്ച രാവിലെ എല്ലാവരും ഒത്തുകൂടി. അന്ന് രാവിലെ 10:30 ബാലലോകം. പരിപാടി കേട്ടു തുടങ്ങി. ശേഷം കത്തുകൾ വായിക്കുന്ന സമയമെത്തി. എല്ലാവരും ശ്വാസമടക്കി കാത്തിരുന്നു. സച്ചിന്ത റേഡിയോ ക്ലബ് കിഴക്കേക്കല്ലട. അമ്മാവൻ്റെ സ്നേഹമുള്ള ശബ്ദത്തിൽ ആദ്യം വായിച്ചത് സച്ചിന്തയുടെ കത്ത് തന്നെ. ആ രംഗം ഇന്നും മനസ്സിൽ ഓർക്കുന്നു. നിലയ്ക്കാത്ത കയ്യടി, തുള്ളിച്ചാട്ടം, പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഇപ്പോൾ 35 വർഷങ്ങൾ കടന്നുപോയി. എല്ലാ വർഷവും 2 പരിപാടികൾ ആകാശവാണിയിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടും. ഞാൻ രചിച്ച 25ഓളം കുഞ്ഞു നാടകങ്ങൾ ബാലലോകത്തിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ആകാശവാണി ശ്രോതാവും ബാലസാഹിത്യകാരനുമായ ശ്രീ മണി കെ ചിന്താപ്പൂർ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, കിഴക്കേക്കല്ലട എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക സച്ചിന്ത റേഡിയോ ക്ലബ് ആണ്. സച്ചിന്തയുടെ ഈ വളർച്ചയ്ക്കും പ്രശസ്തിക്കും മൂലകാരണം ആകാശവാണി തന്നെ. ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അംഗങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. സച്ചിന്ത റേഡിയോ ക്ലബിൻ്റെ അംഗമായി കടന്നുപോയ കൂട്ടുകാരെല്ലാം തന്നെ ജീവിതത്തിലും ഉന്നത നിലവാരത്തിലെത്തി എന്നത് കിഴക്കേക്കല്ലടയിൽ സച്ചിന്തയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന കാര്യമാണ്. ഈ കൂട്ടുകാരുടെയെല്ലാം ജീവിത വിജയമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിക്കുന്ന പരസ്യം. ചലച്ചിത്ര സംഗീത രംഗത്ത് പ്രശസ്തനായ ശ്രീ അജീഷ് തോമസ്, മ്യൂസിക് ബാൻഡിലൂടെ പ്രശസ്തി നേടിയ ശ്രീ ലിബിൻ റോബിൻസൺ, ഗായകനായ മാക്സ് പെരേര, പ്രസംഗകലയിലും അഭിനയത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വൈശാഖ് പി സുധാകർ, പ്രസംഗവേദിയിൽ കിടിലൻ അവതരണം കൊണ്ട് ജനത്തെ കോരിത്തെരിപ്പിച്ച സന്തോഷ് ലോറൻസ്, കാതികനായ അലിസ്റ്റർ ജോസ് വിൽസൺ, KG ബ്രൈറ്റ്, ആരോമൽ സേവി ജോ, ജീവൻ കുമാർ എന്നിവരെല്ലാം സച്ചിന്തയിലൂടെ കലാപരിശീലനം നേടി രംഗത്ത് തിളങ്ങിയവരാണ്. 2025 സച്ചിന്ത അവതരിപ്പിച്ച ബാലലോകത്തിൽ പങ്കെടുത്ത കൂട്ടുകാരിൽ ഭൂരിപക്ഷവും സച്ചിന്തയുടെ ആദ്യ ബാലലോകത്തിൽ പങ്കെടുത്തവരുടെ മക്കളായിരുന്നു. കലാസാംസ്കാരിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് കിഴക്കേക്കല്ലടയിൽ സച്ചിന്തയ്ക്കുള്ളത്. കലാപഠനത്തിനായി സച്ചിന്ത സ്കൂൾ ഓഫ് ആർട്സ് എന്ന വിദ്യാലയം, കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കായി ഒരു കൗൺസിലിംഗ് സെന്റർ, പിന്നെ ചിന്താദീപം ദ്വൈമാസിക, യുവജനവേദി, സാഹിത്യസമിതി, ലൈബ്രറി, വാർഷികാവധി കാലത്ത് നടത്തുന്ന വസന്തോത്സവം ക്യാമ്പ്, അങ്ങനെ പലതും. വസന്തോത്സവം ക്യാമ്പുകളുടെ സംഘാടനത്തിൽ റേഡിയോ TV അവതാരകനായ ശ്രീ നീലേശ്വരം സദാശിവൻ,
കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ചവറ KS പിള്ള, കിഷോർ മുളവന, ഷാജി വെള്ളാപ്പള്ളിൽ എന്നിവരുടെ സേവനം അവിസ്മരണീയമാണ്.